ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് കുറേ വീഡിയോകൾ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തത് കാണാം. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ, വ്യൂവേഴ്സ് കൂടട്ടെ, അതിലൂടെ ഇത് മോണിറ്റൈസേഷൻ ആകട്ടെ, അങ്ങനെ കാശ് കുറച്ച് ഇതിലൂടെ കിട്ടട്ടെ എന്നുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ അടുത്തിടയ്ക്ക് കാശിനായിട്ട് നല്ല ആവശ്യം വന്നു. ഒരു ഭ്രാന്തൻ ഐഡിയ ആയിരിക്കാം അത്, പക്ഷെ അതിൻ്റെ പിന്നിലൊരു വലിയ കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തിടയ്ക്ക് എൻ്റെ അമ്മയുടെ ഒരു സർജറി വേണ്ടി വന്നു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പണം വേണം. ഇപ്പോൾ ഓൾറെഡി ഒരു വലിയ ബാധ്യതയിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നല്ലൊരു തുക വേണ്ടി വരണം. അത്രയ്ക്കൊരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ വേറൊരു കാരണമുണ്ട്. സാധാരണ എല്ലാവരും നമ്മളുടെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെ ഞാനും എടുത്തു. പക്ഷേ കഴിഞ്ഞ ഒരു 10-17 വർഷമായിട്ട് എൻ്റെ കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ അമ്മ, ഇത്രയും പേർക്ക്, പിന്നെ എനിക്കും കൂടെ ഉള്ള ഒരു പാക്കേജാണ് ഞാൻ എടുക്കുന്നത്. എല്ലാ വർഷവും പുതുക്കും, കൃത്യസമയത്ത് തന്നെ പുതുക്കും, കൃത്യമായിട്ട് പ്രീമിയം അടയ്ക്കും. അത് ഓൾറെഡി കമ്പനി വഴി അങ്ങ് അടഞ്ഞു പോകുന്നതാണല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ മാർച്ച് 31 അത് എക്സ്പയർ ആകും. അത് കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ മെഡിക്കൽ ചെക്കപ്പും ടെസ്റ്റും പല പല സ്ക്രൂട്ടനികളും കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് അത് സാധാരണ ചെയ്യുന്ന സമയത്തിനേക്കാളും കുറച്ച് നേരത്തെ ഇത്തവണ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പം ഞാനത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്യാൻ കഴിയില്ല. അതായത് ഞാൻ ഈ 10-17 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരുന്ന ആ കമ്പനി ഇൻഷുറൻസ് പോളിസി എനിക്ക് റിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എനിക്ക് ആ ഇൻഷുറൻസ് എനിക്ക് കിട്ടില്ല. അപ്പം അതിൻ്റെ വലിയൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്താലും നമ്മൾ ഒരിക്കലും അത് മുടങ്ങരുത്. കൃത്യമായിട്ട് തന്നെ അതിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് അവർ എക്സ്പയറി ഡേറ്റ് പറയുന്ന ആ ഡേറ്റിൽ തന്നെ, അതിന് മുന്നേ തന്നെ മറ്റെന്താണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാവുന്നൊരു പ്രോബ്ലമാണ്. പക്ഷേ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും നമുക്ക് നീട്ടി വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വസ്തുത ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതാണ് ആദ്യത്തെ പാഠം. ഒരിക്കലും ആരും ഇൻഷുറൻസ് ലാപ്സ് ആകാൻ അനുവദിക്കരുത്. അത് തുടർന്നു കൊണ്ടേയിരിക്കണം. വേറെ എന്ത് തിരക്കാണെങ്കിലും അതൊരിക്കലും കയ്യിൽ നിന്ന് പോകരുത്. അതൊന്ന്. രണ്ടാമത്, ഞാൻ വേറെ ഒരു ഇൻഷുറൻസ് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചു, റെഡിയാക്കി. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇതിപ്പം ഏപ്രിലാണ്. ഏപ്രിൽ മാസത്തിൽ തന്നെ വളരെ അർജൻറ്റായിട്ട് ഈ സർജറി വേണം. അപ്പോൾ ഹോസ്പിറ്റൽ അതിൻ്റെ ഡേറ്റെല്ലാം ഫിക്സ് ചെയ്തു. അപ്പോഴാണ് ഇൻഷുറൻസിൽ നിന്നും, ഞാൻ സംഘടിപ്പിച്ച ഇൻഷുറൻസിൻ്റെ കമ്പനിയിൽ നിന്നും മനസ്സിലായത്, ഏപ്രിൽ മാസത്തിൽ ഈ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അത് ഫൈനലൈസ് ആകാൻ, ഫൈനൽ ലിസ്റ്റ് വരാനും, അതിൻ്റെ കാർഡും അതിൻ്റെ നമ്പരും ഒക്കെ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലോ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്യാഷ്ലെസ് ഇൻഷുറൻസ്, അതായത് ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലും തമ്മിലുള്ള ഡീലിങ്സിൽ ആ ബില്ലെല്ലാം പേ ആയിക്കോളും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ബില്ലെല്ലാം അടയ്ക്കണം. ഇതിൻ്റെ ചിലവുകൾ ഞാൻ വഹിക്കണം. അതിൻ്റെ ബില്ലുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഏപ്രിൽ മാസത്തിൽ അത് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഒരു തുടക്കമായത് കാരണം പല ഇൻഷുറൻസ് കമ്പനികളുടെ അതിൻ്റെ പ്രോസസ്സിങ്, പ്രത്യേകിച്ചും ഒരു പുതിയ ഇത്തിരി ലേറ്റായിട്ട് ഇൻഷുറൻസ് ശരിയാക്കിയ ആൾക്കാർക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. അത് ഈ ഏപ്രിൽ മാസത്തിൽ സർജറികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും ഏപ്രിൽ മാസത്തിൽ വെക്കരുത്. എമർജൻസി സിറ്റുവേഷൻ വേറെയാണ്, അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. എനിക്ക് മാർച്ചിൽ കുറച്ചും കൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഞാൻ ലേറ്റായത് കാരണം ഏപ്രിലായിപ്പോയി. പക്ഷേ ഏപ്രിലിൽ തന്നെ അത് ചെയ്തിരിക്കണം, അത്ര അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണത്. അപ്പോൾ മെയ് ആണെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞത് അത് ക്യാഷ്ലെസ് ആയിക്കോളും. ഇത് ഏപ്രിലായത് കാരണമാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ മാറ്റിവെക്കാവുന്ന സർജറികളാണെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അത് ഏപ്രിലിൽ നിന്നും കഴിയുന്നതും ഒഴിവാക്കി ഒന്നുകിൽ നേരത്തെ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം, മെയ് മുതൽ അങ്ങോട്ട് കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഇത് മോണിറ്റൈസായി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന്. അത് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പലരും മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പൊതുവേ എനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങളെടുത്ത് ഞാനത് അവതരിപ്പിച്ച് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് അവർക്ക് വേണ്ടിയിട്ട് ആണെങ്കിലും ഒക്കെ ഞാൻ അങ്ങ് വീഡിയോകൾ അയക്കുകയാണ് പതിവ്. അപ്പോൾ സാധാരണ പൊതുവേ ഞാൻ ഈ പഠിച്ച പാഠത്തിൽ പഠിച്ച കാര്യങ്ങളാണല്ലോ പറയുന്നത്. പിന്നെ കുറച്ച് മ്യൂസിക്കും പാട്ടുകളും സിനിമയെപ്പറ്റിയും ഒക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഈ നിമിഷം പഠിച്ച ഒരു പാഠം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു വിവരം വളരെ വിലമതിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കതിന് അത്രയ്ക്കൊരു ഇപ്പം ആണല്ലോ, കണ്ണുള്ളവന് കണ്ണിൻ്റെ വില അറിയത്തില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഉള്ളപ്പോൾ നമ്മളതിൻ്റെ വില അറിയില്ല. ഇപ്പം ഞാൻ അറിയുന്നു അത്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ മാതാപിതാക്കളെയും വൃദ്ധരായിരിക്കുന്ന ആൾക്കാരെയും ഒക്കെ നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ ദൈവം സഹായിക്കും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ ഇൻഫർമേഷൻ കഴിവതും എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.